ഫൈനലിന് മുമ്പുള്ള റിഹേഴ്സൽ ഈ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിനെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ വെൽക്കം ടു എ ക്വിക്ക് പ്രിവ്യൂ ഓഫ് സൂപ്പർ 8 മാച്ച് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. പോയിന്റ് നമ്പർ 1, ടോസ് കിട്ടുന്ന ടീം ബൗളിംഗ് ചൂസ് ചെയ്യാനാണ് ചാൻസ്. ചേസ് ചെയ്യാൻ പറ്റുന്നൊരു വിക്കറ്റ് ആയിരിക്കും. ഈ ടൂർണമെന്റിൽ ന്യൂസിലൻഡിനെ ചേസ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക ഓൾറെഡി തോപ്പിച്ചിരുന്നു. രണ്ട് ടീമുകളും, ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും, സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചേസ് ചെയ്യാനായിരിക്കാം താല്പര്യം. പിന്നെ ശേഷം സെക്കൻഡ് ഹാഫിൽ മഞ്ഞ് പെയ്യാനുള്ള സാധ്യതയും അപ്പോൾ ഡ്യൂ ഫാക്ടർ കണക്കിലെടുത്ത് ടോസ് കിട്ടുന്ന ടീം ചേസ് ചെയ്യാനായിരിക്കും സാധ്യത. പോയിന്റ് നമ്പർ 2, പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട്. സൗത്ത് ആഫ്രിക്കൻ സൈഡിൽ പറയുവാണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ എയ്ഡൻ മാക്രം ഇപ്പോൾ നല്ല ഫോമിലാണ്. പിന്നെ കൂടാതെ പുള്ളി ഒരു ഫിംഗർ സ്പിന്നർ കൂടിയാണ്. പവർ പ്ലേയിൽ അഭിഷേക് ശർമ്മയ്ക്കെതിരെയും ഇഷാൻ കിഷനെതിരെയും ഒരു പക്ഷേ പുള്ളി തന്നെ ബൗളിംഗ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതൊരു പ്ലെയറുടെ പേര് പറയുവാണെങ്കിൽ അത് കിൻഡൻ ഡി കോക്ക് ആണ്. ഇന്ത്യ എന്ന് കേട്ടാലേ പുള്ളിക്ക് കലിപ്പാണ്. പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫ്രം ഇന്ത്യൻ സൈഡ്: അഭിഷേക് ശർമ്മ ആൻഡ് വരുൺ ചക്രവർത്തി. I strongly believe Abhishek Sharma will back with a bang in this match versus South Africa and India. Point number 3, മാർക്കോ യാൻസൺ. മാർക്കോ യാൻസൺ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബൗളറാണ്, ലെഫ്റ്റ് ഹാൻഡ് പേസ് ബൗളറാണ്. മാർക്കോ യാൻസന്റെ പന്തുകൾ എങ്ങനെ ഇന്ത്യൻ ഓപ്പണേഴ്സ് നേരിടും എന്നുള്ളത് ഈ മാച്ചിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം സൂപ്പർ 8 ഫൈനലിന് മുമ്പ് ഉള്ള ഈ റിഹേഴ്സലിൽ എന്ത് സംഭവിക്കും, ആര് ജയിക്കും എന്നുള്ളത്. ഈ മത്സരം തോക്കുന്ന ടീമിന് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും കുറച്ചുകൂടെ കടുപ്പം ഫീൽ ചെയ്യും. ഒരു ജീവൻ മരണ പോരാട്ടമായിരിക്കും തുടർന്നുള്ള മത്സരങ്ങൾ. അതുകൊണ്ട് ജയത്തോടെ തുടങ്ങാനായിരിക്കും രണ്ട് ടീമുകളും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും. അപ്പോൾ കാത്തിരുന്ന് കാണാം.